السلام عليكم ورحمة الله وبركاته. ബഹുവന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഒരല്പസമയം ആ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് ഉസ്താദ് അവർകൾ പ്രസംഗം ആരംഭിക്കും. കേരളക്കരയിൽ ഇസ്ലാം മതം എത്തി. ആദ്യകാലത്ത് വാഴക്കാട് ദാറുൽ ഉലൂം അറബിക് കോളേജിലൂടെ ലോക പ്രശസ്തമായി മാറി. ഇടക്കാലത്ത് വാഴക്കാട് വഹാബി മുജാഹിദ് ആശയം ശക്തി പ്രാപിക്കുകയും ഏകദേശം 10-60 വർഷങ്ങൾക്ക് മുമ്പ് വാഴക്കാട് ദാറുൽ ഉലൂം അറബിക് കോളേജ് പഴയ അവസ്ഥയിൽ നിന്ന് മാറുകയും ഏകദേശം അത്ര തന്നെ പഴക്കമുള്ളതുപോലെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ വാഴക്കാട് പ്രദേശത്ത് കേരള നദ്വത്തുൽ മുജാഹിദീൻ ആശയപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന പള്ളിയും മദ്രസയും ഉണ്ട്. പക്ഷേ 1996 കാലഘട്ടങ്ങളിൽ ബഹുവന്യരായ പേരോട് ഉസ്താദ് വാഴക്കാട് തുടർച്ചയായി 9 ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ആ ഖണ്ഡന പ്രസംഗങ്ങളിൽ എന്തായിരുന്നു പ്രതിപാദിച്ചിരുന്നത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ പ്രസംഗത്തിൽ തന്നെ കയറി വരും. ആ പ്രസംഗത്തിന് ശേഷം വാഴക്കാട് മുജാഹിദ് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു എന്ന് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി കുറ്റ്യാടിയിൽ വെച്ച് ഒരു പ്രഭാഷണത്തിൽ പേരോട് ഉസ്താദിനെ അവഹേളിക്കാൻ വേണ്ടി അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗം നിങ്ങൾക്ക് അല്പ സമയങ്ങൾക്കകം ക്ലിപ്പിങ്ങിലൂടെ കേൾക്കാം. ആ പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം ഒരു ദിവസം പേരോട് ഉസ്താദ് എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മാഷേ, വാഴക്കാട് എന്നെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിരുന്ന അതിന്റെ മുഖ്യ സംഘാടകൻ വാഴക്കാട് ഒരു മുജാഹിദിന്റെ പള്ളി നിർമ്മിക്കുന്നുണ്ട് എന്നും ഇവിടെ നിന്ന് ഒരാൾ പ്രസംഗിച്ചുവല്ലോ, എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇത് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് വാഴക്കാട് വെച്ചാണ്. വാഴക്കാട് വെച്ച് ആധികാരികമായാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ കുറ്റ്യാടിയിൽ അടുത്ത ദിവസം എൻ്റെ ഒരു പ്രസംഗം നടക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ആ വിഷയ സംബന്ധമായി അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെ എന്താണ് അതിന്റെ സത്യമെന്ന് നിങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് എന്നോട് പറയുകയും അത് പ്രകാരം കുറ്റ്യാടിയിൽ വെച്ച് ഞാൻ അല്പസമയം ആ വിഷയ സംബന്ധമായി പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഈ 2 വിഷയങ്ങളും ഇവിടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരല്പസമയം ഞാൻ വിശദീകരിച്ചതിന് ശേഷം ഉസ്താദിന്റെ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. വാഴക്കാട്ടുകാര് നല്ലപോലെ കേൾക്കണം. എന്തിനു വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ കരിവാരി തേച്ച്
മറ്റുള്ള ആളുകൾക്ക് മുജാഹിദ് ആശയക്കാർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് ആരാണ്? വാഴക്കാട്ടുള്ള ജനങ്ങൾക്ക് മുഴുവനും അറിയാവുന്ന വസ്തുതയാണ്. എന്നിട്ട് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇയാൾ പ്രസംഗിച്ചുകൊണ്ട് മുജാഹിദ് പിളർന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നിക്കാണ്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാണ്, കണക്കെടുത്തിട്ടാണ് പറയുന്നത്. ഇയാൾ പ്രസംഗിക്കുന്നത് വരെ വാഴക്കാടെന്ന പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന് പള്ളി പോലും ഉണ്ടായിരുന്നില്ല. മുജാഹിദിന് പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദിന് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാൾ പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നൊക്കെ. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത്? എപിയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു എപിയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന അനവധി എപി പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്ന ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ. അവിടെ സംഘടിത സക്കാത്ത് നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റമുണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? വാഴക്കാട് ഈ തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു 50 മീറ്റർ ദൂരമേ ഉള്ളൂ ദാറുസ്സലാം മസ്ജിദ്. KNMന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് ഏകദേശം എന്റെ ചെറുപ്പകാലത്ത് ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ കാലത്ത് ആ പള്ളി അവിടെയുണ്ട്. മുജാഹിദിന് വാഴക്കാട് പഴയ കാലത്ത് തന്നെ പള്ളിയുണ്ട്. അമ്പലക്കടവ് പറഞ്ഞത് പേരോട് വരുന്നത് ഒരൊറ്റ പള്ളി പോലും മുജാഹിദിനുണ്ടായിട്ടില്ല. വാഴക്കാട്ട മണ്ണിൽ നിന്നാണ് ഞാനീ പറയുന്നത്, ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, വാഴക്കാട് മുജാഹിദിന് പള്ളി ഉണ്ടാക്കിയത് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ പേരോടിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിരുന്ന ഒരു പ്രമുഖ വ്യക്തി മാറിയിട്ടാണ് 4ാമത്തെ പള്ളി ഉണ്ടാക്കിയത്. നിങ്ങൾ ആരാണ് ആ വ്യക്തി എന്നൊന്ന് പറഞ്ഞാൽ തരക്കേടില്ലായിരുന്നു. മൂന്നാമത്തേത്, വാഴക്കാട് പേരോട് ഉസ്താദ് താമസിക്കുകയും പരിപാടി നടത്തുകയും ചെയ്ത വീട്ടുകാരൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടെയല്ല. അന്ന് പേരോട് ഉസ്താദിന് ഭക്ഷണം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ ആളുകളും ഇന്ന് ഇപ്പോഴും പേരോട് ഉസ്താദിന്റെ കൂടെ തന്നെയുണ്ട്. ആ ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. അതിൽ നിന്ന് ഒരാൾ പോലും മാറിപ്പോയതായി തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ കേട്ടോ? ഇനി ഇതിന് ശേഷം ഞാൻ അവിടെ പറഞ്ഞ മറുപടിയും നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ പ്രസംഗത്തിന് തന്നെ അവിടെ തന്നെ മറുപടി പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സൗണ്ട് നിങ്ങൾക്ക് വാഴക്കാട് 9 പ്രാവശ്യം പേരോട് ഉസ്താദ് ഗണനം നടത്തിയപ്പോൾ സ്വാഗതം പറഞ്ഞ പരിചയമുണ്ടാകും എന്ന് എനിക്കറിയാം. ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നതും അതിന് ഉസ്താദിനെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നതും അതിൻ്റെ മുഖ്യ പ്രവർത്തകൻ ഞാൻ തന്നെയായിരുന്നു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് സഹോദരന്മാരെ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം വഹാബിന്റെ അതേ കോലത്തിലുള്ള ഒരു വേഷത്തിലാണ് ഈ കാര്യം അയാൾ പറഞ്ഞത്. കാരണം ഒരു മുസ്ലിയാരുടെയോ വേഷത്തിലാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് വലിയ ദുഃഖമായിരുന്നു. വാഴക്കാട് പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ട് ഏകദേശം 14-15 കൊല്ലമാണായത്. എനിക്ക് 43 വയസ്സായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാഴക്കാട്ട് മുജാഹിദിന് പള്ളിയുണ്ട്, മദ്രസയുണ്ട്. എന്നിട്ട് എന്ത് പച്ചക്കള്ളമാണ്! പേരോട് പ്രസംഗിക്കുന്ന സമയത്ത് വാഴക്കാട്ട് മുജാഹിദിന് ഒരു പള്ളി പോലുമില്ല. ഇത്രയും പച്ചക്കള്ളം പറയാൻ ഇദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്?
ഞാൻ ഇദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു വാഴക്കാട്ടേക്ക്. നിങ്ങൾ വരണം, നിങ്ങൾ വരണം. എന്നിട്ട് നിങ്ങളുടെ AK സുന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ആളുകളുടെ മുന്നിൽ വെച്ച് ഇത് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ നിങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. സഹോദരന്മാരെ, ഈ രീതിയിലുള്ള പച്ചനുടകൾ മാത്രമല്ല, ഈ പള്ളി അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ, കേരളത്തിലെ ആളുകൾക്കൊക്കെ വാഴക്കാടിന്റെ ചരിത്രം അറിയില്ലേ? പ്രസിദ്ധമായ കുത്തുബി തങ്ങളും ബഹുവന്യരായ കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ള ആലിമീങ്ങൾ ദർസ് നടത്തിയ ദാറുൽ ഉലൂം അറബിക് കോളേജ് വഹാബികൾ പിടിച്ചടക്കിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണോ മുജാഹിദിന് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞത്? ഇത് പച്ചക്കള്ളമാണ്. രണ്ടാമത്തെ ഒരു വിഷയം, പള്ളി ഉണ്ടാക്കിയത്, മുജാഹിദിന്റെ പള്ളി ഉണ്ടാക്കിയത് കാന്തപുരം വിഭാഗത്തിന് നേതൃത്വം നൽകി, പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഉസ്താദിനെ കൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ ഒരു ബെഞ്ചോ കസേരയെ പോലും പിടിച്ചിട്ട ഒരു പ്രവർത്തകൻ പോലും സുന്നത്ത് ജമാഅത്ത് വിട്ട് മുജാഹിദിന്റെ ആശയത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ വാഴക്കാട്ടേക്ക് വെല്ലുവിളിക്കുന്നു. ആലോചിക്കണം. ഇന്നും വാഴക്കാട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സജീവമായി പേരോട് ഉസ്താദിന്റെ ആ പ്രഭാഷണത്തോടുകൂടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ കുറെ മുജാഹിദും അല്ല ജമാഅത്തും അല്ലാതായി. ഞങ്ങളുടെ കൂടെ പ്രവർത്തന നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്നത് ലൈനിലേക്ക് മാറി. നിങ്ങളെ കൂട്ടത്തിൽ മുമ്പേ 80-20 ടീമല്ലേ ഉള്ളൂ. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിങ്ങളുടെ ഹൃദയത്തിലൊന്നുമില്ല, നിങ്ങൾ പറയാറുമില്ല. മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ പ്രദേശത്ത് ഈ വിഭാഗത്തിന്റെ SKSSF നേതാവായി പ്രസംഗിച്ച് നടക്കുകയും പള്ളികളിൽ ഈ തറപ്രസംഗം നടപ്പാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ആളായി വേഷം കെട്ടി നടന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ചേളാരി സമസ്തയുടെ മുഫത്തിഷായിരുന്നു. ആ മുഫത്തിഷ് ഇന്ന് വഹാബി സ്റ്റേജുകളിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ ബഷീർ ദാരിമി, നിങ്ങൾക്കറിയോ? സാക്ഷാൽ ബഷീർ, നിങ്ങളെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയില്ലാന്നല്ലേ? ഒന്ന് പറഞ്ഞത് വാഴക്കാട് മുമ്പ് സംഘടിത സക്കാത്തില്ലായിരുന്നു എന്നാ. വാഴക്കാട് പരിസര പ്രദേശങ്ങളിൽ എന്റെ കണ്ണിൽ എത്തുന്ന ഒരുപാട് ആളുകൾ തന്നെ ഈ സദസ്സിലുണ്ട്. വാഴക്കാട് ഞാനൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ സംഘടിത സക്കാത്തുള്ള സ്ഥലമാണ്. വ്യക്തമായൊരു തെളിവും പറഞ്ഞുതരാം. മുമ്പ് സംഘടിത സക്കാത്ത് നടത്തുമ്പോ ആ കാലഘട്ടങ്ങളിൽ ഇസുന്നി എന്ന് പറയുന്ന ഒരു സുന്നി രൂപപ്പെട്ടിരുന്നു. അവര് ഈ മുജാഹിദിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സുന്നികളെയൊക്കെ കൂട്ടിപ്പിടിച്ച് സംഘടിത സക്കാത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ പ്രചരണം നടത്തി. കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങൾക്ക് അതിന് സമ്മതം തന്നിട്ടുണ്ട്. ആ പ്രചരണം വ്യാപകമായപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മർഹൂം EK ഹസൻ മുസ്ലിയാരുടെ അടുക്കലേക്ക് പോവുകയും ആ വിവരം അറിഞ്ഞപ്പോൾ നേരെ EK ഹസൻ മുസ്ലിയാർ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കണമല്ലോ എന്നുള്ളതിലേക്ക് ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി. ഉസ്താദെ, നിങ്ങൾ ഇതിന്റെ സമ്മതം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, അസമുല്യാരെ, ഞാൻ അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ തക്ബീർ ചൊല്ലി കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് പോകുന്ന സംഭവം എന്റെ നാട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്കറിയാം. എന്നിട്ടല്ലേ നിങ്ങൾ സംഘടിത സക്കാത്ത് അവിടെ ഇല്ല എന്ന് പറഞ്ഞത്? അതേപോലെ മറ്റൊരു വിഷയം, അവിടെ ഖുർആൻ ക്ലാസ് നല്ല ജനപങ്കാളിത്തത്തോടെ നടത്തിയതാണ്. വഹാബി പ്രസ്ഥാനം മുമ്പും നടത്താറുണ്ട്, ഇപ്പോഴും നടത്താറുണ്ട്. പക്ഷേ 15 കൊല്ലം മുമ്പ് അവരുടെ ക്ലാസ്സുകളിൽ 100 ആള് പങ്കെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 25 ആളെ കിട്ടാത്ത അവസ്ഥയാണ് എൻ്റെ നാട്ടിലുള്ളത്. അത്രയും ശുഷ്കിച്ചൊരവസ്ഥ. പിന്നെ മറ്റൊരു കാര്യം, ഉസ്താദ് കാര്യമായിട്ട് വാഴക്കാട് പ്രസംഗിച്ചിരുന്ന പ്രസംഗം അല്ലാഹു തആലാക്ക് കൈയുണ്ടോ കാലുണ്ടോ അവയവങ്ങളുണ്ടോ ഈ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച. അബ്ദുറഹിമാൻ സലഫി അദ്ദേഹം അക്സാമുല്ലദാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു, കബളിപ്പിച്ചു, പൊള്ളു പറഞ്ഞു. ആ സമയത്ത് വീട്ടിൽ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അക്സാമുല്ലദാത്ത് ഞാൻ കണ്ടിട്ടില്ല. ആ കളവ് പൊട്ടി
ഇന്ന് വരെ വഹാബികൾക്ക് അഖ്സാമുൽ ലദ്ദാത്ത് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. അന്ന് പേരോട് ഉസ്താദിന്റെ മുന്നിൽ അഖ്സാമുൽ ലദ്ദാത്ത് എന്ന കിതാബ് വായിച്ച് കള്ളം പറഞ്ഞ് തടിയൂരിയ മൗലവിന്റെ ടീമിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ലദ്ദാത്തുമായി വാഴക്കാട്ടേക്ക് വാ, എന്നിട്ട് ബാക്കി നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കാം ഇൻഷാ അല്ലാഹ് പറയും. പേരോട് ഉസ്താദിന്റെ വെല്ലുവിളി ഇന്ന് അവിടെ നിലക്കാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? മുജാഹിദ് രണ്ടായി പിളർന്നിട്ട് എന്റെ നാട്ടിൽ ഈ അബ്ദുറഹിമാൻ സലഫി പ്രസംഗിച്ച പ്രദേശത്ത് അബ്ദുറഹിമാൻ സലഫിയുടെ വാദത്തിന് ഒരാൾ പോലും കൂട്ടുണ്ടായില്ല. അദ്ദേഹത്തിനെ അവിടെയുള്ള പള്ളി മദ്രസയൊക്കെ അദ്ദേഹത്തിനെതിരായി മാറി. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായില്ല. കാരണം എന്താണ്? ഈ ആദർശം അദ്ദേഹം പറഞ്ഞത് കളവാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോ ഉസ്താദ് പ്രസംഗിച്ചതിന് ശേഷം വാഴക്കാട് മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു എന്നല്ലാതെ വളർന്നിട്ടില്ല എന്ന് ഞാൻ വ്യക്തമായി സദസ്സിന്റെ മുന്നിൽ പറയുകയാണ്. ഇനി സംശയമുണ്ടെങ്കിൽ ഈ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഞാൻ വാഴക്കാട്ടേക്ക് ക്ഷണിക്കുന്നു. അതിന് വരുന്ന മുഴുവൻ ചെലവുകളും നിങ്ങളൊരു 10 പൈസ അറിയണ്ട, അതിന് വരുന്ന മുഴുവൻ ചെലവുകളും ഞാൻ വെക്കുമെന്ന് ഈ സദസ്സിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അമ്പലക്കടവ് പൈസ ചെയ്ത ശേഷം ഇവിടെ വന്നു. ഞാൻ സത്യത്തിൽ വിചാരിച്ച ആ പരിപാടിയുടെ പൈസ മുഴുവൻ ഞാൻ കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരൊറ്റ വാക്ക് ഈ പറഞ്ഞ വിഷയത്തിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് തന്റെ ഇടമുണ്ടായിട്ടില്ല. ഇനി തന്റെ ഇടമുണ്ടാവുകയും ഇല്ല. ഇനി ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ ഈ പ്രസംഗം കഴിഞ്ഞു. ഞാൻ ഈ പ്രസംഗത്തിൽ എന്റെ ടെലിഫോൺ നമ്പർ കൊടുത്തിരുന്നു ലാസ്റ്റ്. അങ്ങനെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ആരാമ്പ്രത്തുള്ള ഒരു ഇസ്മായിൽ എന്ന് പറയുന്ന പ്രവർത്തകൻ, ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വിളിച്ചു. അയാൾ ഇവിടെ ഉണ്ട്, അയാൾ വേദിയിലേക്ക് വരും. എനിക്ക് വിളിച്ചു, മാഷേ ഞാൻ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വാഴക്കാട്ടുകാരനായ ഒരു പ്രമുഖ മുജാഹിദ് നേതാവ് വന്നിരുന്നു. ആ പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം പ്രസംഗിച്ചു, വാഴക്കാട്ട് അബ്ദുറഹിമാൻ സലഫി വന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ക്ഷീണമുണ്ടാണ്, ഭയങ്കരമായ നഷ്ടമാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് വാഴക്കാട്ടേക്ക് നിങ്ങൾ ആവശ്യമുണ്ട്, ഞാൻ ആവശ്യമുണ്ടാകുന്ന സമയത്ത് വിളിക്കും. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം വന്നിട്ടുണ്ട്. ഉണ്ടായ സംഭവം SK കുട്ടികൾ പറയണ്ട, ഇവിടുത്തെ അന്ന് പരിപാടി സംഘടിപ്പിച്ച മുജാഹിദിന്റെ നേതാവ് ഇന്ന് മുജാഹിദിന് കോട്ടമാണോ നേട്ടമാണോ ഉണ്ടായത് എന്ന് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ ടെലിഫോൺ നമ്പറും വീട്ടഡ്രസ്സും അടക്കം അദ്ദേഹം പങ്കെടുത്ത സ്ഥലത്തോടക്കം അദ്ദേഹം പറയും. ഞങ്ങൾക്കൊരു കളവും പറയേണ്ട ആവശ്യമില്ല. പേരോട് ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചെന്താ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വേണ്ടി ഒരു കളവും പറയരുതെന്നാ. അത് എന്റെ ആ പ്രസംഗത്തിൽ ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കിയ. അസ്സലാമു അലൈക്കും. എനിക്ക് ഈ മൈക്കിന് മുമ്പിൽ നിന്ന് പരിചയമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ നിൽക്കുന്ന കാരണം വാഴക്കാട് ഈ സംഭവത്തിൽ സുന്നി പ്രസ്ഥാനത്തിന് നഷ്ടമാണ് സംഭവിച്ചത് എന്ന് IK വിഭാഗം സുന്നികൾ പറയുന്നത് വളരെ ഖേദകരമായി തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് അന്ന് ജിദ്ദയിൽ നടന്നൊരു പ്രസംഗത്തിൽ ഈ വാഴക്കാട് മുഹമ്മദ് മാസ്റ്റർ എന്നൊരാൾ കാരുണ്യഭവൻ എന്ന സ്ഥാപനത്തിന്റെ പിരിവിന് വേണ്ടി അവിടെ വന്നപ്പോൾ അയാൾ പറഞ്ഞത് അബ്ദുറഹിമാൻ സലഫിയുടെ പ്രസംഗം കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് നികത്താനാവാത്ത ഒരുപാട് നഷ്ടങ്ങൾ അന്ന് വാഴക്കാട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അയാളുടെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞത്. അപ്പോൾ ഇത് ബഷീർ മാഷ ഞാൻ വിളിച്ചു പറഞ്ഞപ്പം അയാൾ എന്നോട് ഈ സംഭവം ഒന്ന് വാഴക്കാട് സ്റ്റേജിൽ കയറി പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വാഴക്കാട് അന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്ന പ്രമുഖ വ്യക്തിയാണ്. നിങ്ങളെ ഹലോ, നിങ്ങൾ ആ ടെലിഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താലേ നിങ്ങൾക്കും കുറച്ചൊരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ. കാരണം കുറച്ചു കാലം എന്നെ എന്തൊക്കെ തെറിയാണ് ഈ ടീം വിളിച്ചാൽ നിങ്ങൾ ടെലിഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ 99 61 440 950 99 61 440 950 99 61 44 0 950. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ പേരോട് സാർ പറയുക. അല്പം വൈകിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം,
ഞങ്ങള് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായിട്ട് 19 വർഷമായി. അന്ന് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി എന്നുള്ള വിവരം ഞാൻ വാഴക്കാട് ചീനി ബസാറിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഡോക്ടർ ദിനേശാണ് ഉസ്താദിനെ പരിശോധിച്ച് വരുമ്പോൾ ആ ചീനിയിൽ നിന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് ദിനേശ് ഡോക്ടർ പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദ് മരണപ്പെട്ടിട്ടുണ്ട്. അത് പറയുന്ന സമയത്ത് ഞാൻ ചീനിയിലുണ്ട്. ഉടനെ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉസ്താദിന്റെ ജനാസ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന മംഗലശ്ശേരി അസാങ്ക അങ്ങനെയുള്ള പ്രമുഖരായ വ്യക്തികൾ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതേപോലെ ഞാനും മച്ചിങ്ങലെ മമ്മൂട്ടിയാക്കെ ഇന്നും ഓർക്കുകയാണ്. അങ്ങനെ വന്നിട്ട് മച്ചിങ്ങപ്പുറായി ആലിക്കുട്ടിയാക്ക, അന്നത്തെ ഇവിടുത്തെ SYSന്റെ പ്രവർത്തകൻ ആലിക്കുട്ടിയാക്കയും മച്ചിങ്ങൽ മുഹമ്മദ് കുട്ടിയാക്കയും ഞാനും കൂടെയാണ് അന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസ ഇപ്പോൾ മറവ് ചെയ്യപ്പെട്ട സ്ഥലം നിർണയിച്ചതും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അന്ന് മുതൽക്ക് തന്നെ അതേപോലെ ആ അനൗൺസ്മെന്റ് പണ്ടികയിൽ കാര്യമായി ഉണ്ടായിരുന്നത് ഒന്ന് ഞാൻ തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദിന്റെ ഹയാത്ത് കാലത്തും വഫാത്ത് കാലത്തും കണ്ണിയത്ത് ഉസ്താദിനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നവരുമാണ് ഞങ്ങൾ. കണ്ണിയത്ത് ഉസ്താദ് മരണപ്പെട്ടതിന് ശേഷം ഇവിടെ നടക്കുന്ന ഏത് പരിപാടികളും കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ സിയാറത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ നടത്താറുള്ളത്. ഈ വർഷം കണ്ണിയത്ത് ഉസ്താദിന്റെ ആണ്ടിന്റെ ദിവസം ഇവിടെ മറ്റുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ SYSന്റെ പ്രവർത്തകന്മാർ തീരുമാനിച്ചു, നമ്മുടെ ISP പള്ളിയിൽ വെച്ച് ഉസ്താദിന്റെ പേരിൽ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാം. അങ്ങനെ തീരുമാനിക്കുകയും ഞങ്ങളവിടെ പള്ളിയിൽ യാസീൻ ഓതി ദുആ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്ക് ടൗണിൽ കണ്ടമാനം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ പറഞ്ഞു, പ്രകടനം വിളിച്ചു, ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന് വേണ്ടി തെഹ്ലീൽ ചെല്ലുന്നു, യാസീൻ ഓതുന്നു. അപ്പോ കുറച്ച് കുട്ടികൾ അങ്ങാടിയിലൂടെ പ്രകടനം വിളിച്ചിട്ട് ISP സെന്ററിലേക്ക് കയറും അടിക്കും കുത്തുമെന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷേ ഞങ്ങൾ തീർത്തു പറയാം, ബഹുവന്യരായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ മകൻ കുഞ്ഞിമോൻ മുസ്ലിയാരാണ് ഈ വേദിയിലിരിക്കുന്നത്. നല്ലപോലെ ശ്രദ്ധിക്കണം. മഹാനവറുകള് കണ്ണിയത്ത് ഉസ്താദിന്റെ മകൻ കുഞ്ഞിമോൻ മുസ്ലിയാർ ഏകദേശം ഒരു 10 വർഷം മുമ്പ് ഞങ്ങളുടെ അടുക്കലൊക്കെ വന്ന് പറഞ്ഞു, ഞാൻ കാന്തപുരം ഉസ്താദിന്റെയും ഉള്ളാൾ തങ്ങളുടെയും കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്, നിങ്ങൾ അതിന് എനിക്ക് അവസരമുണ്ടാക്കി തരണമെന്ന് ഞങ്ങളുടെ അടുക്കൽ വന്ന് പറയുകയും അങ്ങനെ മഹാനവറുകള് AP ഉസ്താദിന്റെ അടുക്കലും ഉള്ളാൾ തങ്ങളുടെ അടുക്കലൊക്കെ പോയി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ വാഴക്കാട് കഴിഞ്ഞ പ്രാവശ്യം നടന്ന പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണ്? കാന്തപുരത്തിന്റെ ചെറിയ പിയാപ്പള അദ്ദേഹം മാറില്ലേനാ. കണ്ണിയത്ത് ഉസ്താദിന്റെ മകൻ അന്ന് കണ്ണിയത്ത് ഉസ്താദിനെ വേദികളിൽ മുഴുവനും കൊണ്ടു നടന്ന ആ മകനാണ് ഇന്ന് എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ അടുത്ത ദിവസം കണ്ണിയത്ത് ഉസ്താദിന് ഞങ്ങൾ കേസ് കൊടുക്കുകയല്ല വലിയ പ്രശ്നം. അടുത്ത് ഞാനും CM ഉസ്താദും കൂടെ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുമോൻ മുസ്ലിയാർ അടുക്കൽ പോയി ഈ വിഷയം അന്വേഷിച്ചു. കുഞ്ഞുമോൻ മുസ്ലിയാർ പറഞ്ഞു, എന്റെ ഉപ്പ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര് ഒരു പ്രാവശ്യം പോലും AP ഗ്രൂപ്പ് കേസ് കൊടുത്ത കാരണത്താൽ കോടതിയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. കേട്ടോ നിങ്ങള്? ലോകമൊട്ടാകെ കണ്ണിയത്ത് ഉസ്താദിന്റെ മോനെ നിർത്തിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ലോകമൊട്ടാകെ പ്രസംഗിച്ച് നടക്കുന്നില്ലേ? കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കയറ്റിയിട്ടിന്ന് ഒരു പ്രാവശ്യം പോലും കണ്ണിയത്ത് ഉസ്താദ് കോടതിയിൽ കയറിയിട്ടില്ല എന്ന് അന്ന് ഉസ്താദിന്റെ കാര്യങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യുന്ന മകനാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് നേർച്ച നടത്താൻ ഞങ്ങൾക്ക് അവകാശമില്ലാന്നോ? എത്രയോ കാലമായി ഞങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് നമുക്ക് നേർച്ച നടത്തണം, ഞാൻ കൂടിത്തരാമെന്ന്. പക്ഷെ ഞങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കാത്തത് കൊണ്ടാണ്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അടുത്ത കൊല്ലം നേർച്ച ഞങ്ങൾ നടത്തും. ഇപ്പോൾ തന്നെ ആ നേർച്ചയ്ക്ക് വേണ്ടി പോത്തുകൾ ഒരുപാട് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നേർച്ച ഞങ്ങൾ നടത്തി കാണിച്ചു തരാം. പൈസ പിരിവ് നടത്തിയിട്ട് അത് പുട്ടടിച്ച് നടക്കുന്നത് ഈ കൊല്ലത്തോടുകൂടി അവസാനിക്കും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ നടത്തി കാണിച്ചു തരാം. ഇതൊക്കെ ഒരല്പം പറഞ്ഞാൽ കുറച്ച് ചൂടേറിപ്പോവും, അതുകൊണ്ട് ചുരുക്കി പറയാം. ഇനി വാഴക്കാട് പേരോട് ഉസ്താദ് വന്നതിന് ശേഷം എന്ത് നടന്നു നിങ്ങൾക്കറിയോ? വാഴക്കാട് പഴയ കാലത്ത് ഒരു പ്രമുഖനായ രാഷ്ട്രീയ പ്രവർത്തകൻ
വാഴക്കാട് എന്ന് പറഞ്ഞിരുന്നു, വാഴക്കാട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു 4 പാൻറിട്ട കുട്ടികള് SSFകാർ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾക്കൊരു വിരോധമില്ല. 4 പാൻറിട്ട കുട്ടികൾ നടന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് വാഴക്കാട്ട് മണ്ണിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. 400 പട്ടാളക്കാരെ കൊണ്ട് വാഴക്കാട്ട് പ്രകടനം നടത്താൻ ഇന്ന് SSFകാർക്ക് കഴിയും. കേൾക്കണോ നിങ്ങൾക്ക്? എന്തേ പേരോട് ഉസ്താദിന്റെ പരിപാടി കൊണ്ട് മെച്ചണ്ടാകുന്നല്ലേ? നിങ്ങൾ പോയി നോക്കൂ. എടവണ്ണപ്പാറയിൽ വാഴക്കാട് ISP സെന്ററിൽ പ്രവർത്തിക്കുന്ന, വാഴക്കാട് ISP സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജലാലിയ ഇംഗ്ലീഷ് സ്കൂള് 1000കണക്കിന് കുട്ടികൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് നൽകി വലിയ ആസ്തിയുണ്ടാക്കിയ സ്ഥാപനം ഞങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചു. മാത്രല്ല, ഞങ്ങളെ ആക്ഷേപിക്കുന്നവരോട് ഒരു വാക്ക് പറയാണ്. ഞങ്ങള് ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 30ഓളം യതീം കുട്ടികളെ ഒരു പൈസ വാങ്ങാതെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, എന്തേ നിങ്ങൾക്ക് ആക്ഷേപിക്കുമ്പോൾ കരുതി ആക്ഷേപിക്കണ്ടേ? ഞങ്ങൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് വാഴക്കാട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, എന്റെ കുട്ടിയെ നിങ്ങളൊന്ന് പഠിപ്പിക്കണം. അങ്ങനെ ഞങ്ങൾ ആ കുട്ടിയെ ദത്തെടുത്തു, പഠിപ്പിച്ചു. ആ കുട്ടി ഇവിടെ വേദിയിലുണ്ട്. ഷബീബ് മോനെ ഒന്ന് വിടുക. ഞങ്ങൾ ആദ്യമായി ജലാലിയയില് സന്തോഷത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ദത്തെടുത്ത് പഠിപ്പിച്ചു. ഇന്ന് ഈ രീതിയിൽ തൊപ്പിവെച്ച രീതിയിൽ ഈ കുട്ടിയെ വളർത്താൻ ഞങ്ങൾക്ക് സാധിച്ചെങ്കിൽ അതിന് ഞങ്ങൾക്ക് നിങ്ങളാരും ഞങ്ങൾ അടിച്ചാലും ഒതുക്കിയാലും ഞങ്ങൾ ആക്രമിച്ചാലും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ആ കുടുംബങ്ങളുടെ പ്രാർത്ഥന മതി ഞങ്ങൾക്ക്. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നു. കഴിഞ്ഞ വർഷം ഒരു കുട്ടിയെ അഡ്മിഷൻ നൽകി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയില്ലേ, വാഴക്കാട്ട് ഒരു ചെറുപ്പക്കാരൻ അന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ആ ചെറുപ്പക്കാരന്റെ കുട്ടിയെ ചേർത്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം AP ഉസ്താദ് ജലാലിയയുടെ അഡ്മിഷൻ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത കാലത്ത് കക്കോയിൽ മരണപ്പെട്ടു ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ഞങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ 52 ദിവസം പ്രായമായ ഒരു കുട്ടിയെയും അനാഥയാക്കിയിട്ടാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയത്. അതിന്റെ മൂത്ത കുട്ടി ജലാലിയയിൽ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നു, ഞങ്ങൾ ദുആ ചെയ്തു. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ ഞങ്ങൾ വിളിച്ചു വരുത്തി. ഞങ്ങൾ പറഞ്ഞു, കുട്ടികളുടെ പഠന ചെലവ് ജലാലി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അവസാനമായി ഞങ്ങൾ ഏറ്റെടുത്തത് ആ പാവപ്പെട്ട യതീംകുട്ടിയെയാണ്. ഈ വിവരം ഞങ്ങൾ AP ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞു, മാഷേ, ആ കുട്ടിയുടെ പഠന ചെലവ് മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ പോരാ, ആ കുട്ടിയുടെ ചെലവ് പൂർണ്ണമായും നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ആ കുട്ടിയുടെ പൂർണ്ണമായ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദ് എന്റെ സ്വാഗത പ്രസംഗം കഴിഞ്ഞാൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ വർഷത്തെ അഡ്മിഷനും അതേപോലെ ഒരു പാവപ്പെട്ട യതീം കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ടാണ് ഈ പ്രാവശ്യവും ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ യതീം മക്കളെയും പാവപ്പെട്ട കുട്ടികളെയും ദത്തെടുത്ത് പഠിപ്പിക്കാനും മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് നൽകാനും ഞങ്ങൾക്ക് സാധിച്ചത് നിങ്ങൾക്കാർക്കും അതേ സ്ഥാനത്ത് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. ഞാൻ പറഞ്ഞല്ലോ, 19 വർഷമായി കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ സ്ഥാപനം നടത്തുന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വാഴക്കാട്ട് ജനങ്ങളോട് നിങ്ങൾ പറയണം. ഇൻഷാ അല്ലാഹ് ബാക്കി എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ പറയാം, കാരണം സമയം വൈകിയത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇങ്ങനെ വാഴക്കാട്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തു. വാഴക്കാട്ട് ഒരു പ്രവർത്തകൻ മരണപ്പെട്ടപ്പോ ആ പ്രവർത്തകന്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. ആ പ്രവർത്തകന്റെ ഉപ്പ അലി മുസ്ലിയാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താ, അദ്ദേഹത്തിന്റെ മകന് ചെറുപ്പകാലത്ത് മരണപ്പെട്ടു പോയപ്പോ ആ കുട്ടികൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ആ ഉപ്പയ്ക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തു. ആ ദൗത്യം ഇവിടുത്തെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തു. ഞങ്ങള് ആ കുട്ടികൾക്ക് ഞങ്ങൾ എന്ത് ചെയ്തു? ആ കുട്ടികൾക്ക് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തു. ആ വീട്ടിൽ നിന്ന് ആ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ആ കുടുംബം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നിടത്തോളം കാലം
ഞങ്ങളെ നിങ്ങൾക്ക് രോമത്തിന് തൊടാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയോ? ഇതൊക്കെ വാഴക്കാട്ട് വെച്ച് നടക്കുമ്പോ സൂക്ഷിച്ചുകൊണ്ട് പറയണം. എന്തെങ്കിലും അനാവശ്യ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ അതിനിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ കുട്ടികൾക്ക് ഞങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നത് ഒരു ആളിൽ നിന്ന് 10,000 രൂപ സ്പോൺസർ സ്വീകരിച്ചുകൊണ്ടാണ്. ഒരു കുട്ടിയെ ഒരു വർഷത്തെ വിദ്യാഭ്യാസ ചെലവ് നടത്താൻ വേണ്ടി 10,000 രൂപ സ്പോൺസർ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട YP മുഹമ്മദ് അലി ഹാജി ഇപ്പോൾ തന്നെ ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, 30ഓളം കുട്ടികൾ ഇന്ന് ഇപ്രാവശ്യം കുറച്ച് 4-5 കുട്ടികൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 35ഓളം കുട്ടികൾ, അനാഥ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന 10,000 രൂപയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ കഴിയുന്നവര് നിങ്ങൾ സ്റ്റേജിന്റെ ബാക്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പേര് കൊടുക്കണമെന്ന് അതിന്റെ ഓർമ്മിപ്പിക്കുകയാണ്. YP മുഹമ്മദ് അലിയുടെ ആ സദഖ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ നല്ല സേവന പ്രവർത്തനങ്ങൾ വാഴക്കാട്ട് നടത്താൻ കഴിഞ്ഞത് പേരോട് ഉസ്താദിന്റെ ആ തേരോട്ടം കൊണ്ടാണ്, പേരോട് ഉസ്താദിന്റെ അന്നത്തെ അഭിപ്ലവകരമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ വിശദമായി, ഉസ്താദിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്, എന്നാൽ പോലും വളരെ വിശദമായ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാൻ ചുരുക്കുകയാണ്. ഇനി എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളൊക്കെ ദുആ ചെയ്യണം, നിങ്ങളൊക്കെ എല്ലാവർക്കും ദുആ ചെയ്യണം. കാരണം എന്താ, നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ആരോഗ്യപരമായി പല പ്രശ്നങ്ങളുമുള്ളവരാണ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹു നമ്മുടെ ഈ സദസ്സും എല്ലാ സദസ്സുകളും എല്ലാ ദീനീ സ്ഥാപനങ്ങളും സംഘടനകളും അല്ലാഹു പൊരുത്തപ്പെട്ടതും നമുക്ക് ആഖിറത്തിൽ
നമ്മോട് സഹകരിക്കുന്നവർക്കും ഉപകരിക്കുന്നതും ആയി ആക്കിത്തരുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. നീട്ടിയിപ്പോൾ സംസാരിക്കുന്നില്ല. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയേണ്ട ആവശ്യം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ലോകത്ത് ധാരാളം വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്, ധാരാളം വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഉണ്ട്, ധാരാളം ഭരണാധികാരികൾ ഉണ്ട്, ധാരാളം പണക്കാരുണ്ട്, ധാരാളം നേതാക്കൾ ഉണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ആളുകൾ വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, അല്ലാഹുവിന് നന്ദിയുള്ളവർ വളരെ കുറച്ചാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് മനുഷ്യൻ ചിന്തിച്ച് സന്മാർഗം എത്തിക്കുകയായിരുന്നുവെങ്കിൽ വലിയ ബുദ്ധിരാക്ഷസന്മാരായ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഈമാനുള്ളവരും ഇസ്ലാം ഉൾക്കൊള്ളുന്നവരും മുസ്ലിമീങ്ങളും ആകേണ്ടതായിരുന്നു. പക്ഷേ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ല. പണം കൊണ്ട് ഹിദായത്ത് ലഭിക്കുന്നുവെങ്കിൽ ഇന്ന് ലോകത്തുള്ള എല്ലാ അംബാനിയും മുസ്ലിമും മുത്തഖിയും ആകേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ആകുന്നത് കാണുന്നില്ല. അതുപോലെ അധികാരം കൊണ്ട് ഒരാൾക്ക് ഈമാൻ ലഭിക്കുന്നുവെങ്കിൽ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ഭരണാധികാരികൾ മുത്തഖീങ്ങൾ ആകേണ്ടതായിരുന്നു. അതും നാം കാണുന്നില്ല. അങ്ങനെ ഇവിടെ ഭൗതികമായ ഔന്നത്യം കൊണ്ട് ഒന്നും തന്നെ ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കുകയില്ല. അത് യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവനെ മാത്രം അല്ലാഹു തആല തിരിക്കുന്ന വഴിയാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഇത് വാഴക്കാടാണ്. ഇവിടെ വാഴക്കാടായതുകൊണ്ട് തന്നെ ധാരാളം പണ്ഡിതന്മാർ ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട്. ധാരാളം മഹാന്മാർ ഇവിടെ പഠിക്കുകയും വളരുകയും ഉയരുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദ് അവർകൾ അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ ജീവിച്ചിരുന്ന കാലത്ത് അവിടുത്തെ വീട്ടിൽ വിനീതനായ ഞാൻ പോയിട്ടുണ്ട്. മഹാനവറുകൾ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. SSFന്റെ മഞ്ചേരിയിലും മറ്റുമുള്ള പരിപാടിയിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, ദുആ ചെയ്തു തന്നിട്ടുണ്ട്. മഹാനവറുകൾ അന്ന് ഒരു മാരുതി കാറും എടുത്തായിരുന്നു ഉസ്താദിനെ വിളിക്കാൻ വേണ്ടി വന്ന ആള് വന്നത്. അപ്പൊ ഇത് കാറാണോ, ഇത് ഓട്ടോറിക്ഷ പോലത്തെ സാധനമല്ലേ എന്ന് ഉസ്താദ് ചോദിച്ചത് വരെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദ് അവറുകളുടെ സാന്നിധ്യം ഈ നാട്ടിന് അന്നും ഇന്നും അനുഗ്രഹമാണ്. നാം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെപ്പോലെ അല്ല. നമ്മൾ മഹാന്മാരെ, ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, ഔലിയാക്കളെ, സയ്യിദന്മാരെ ആദരിക്കുന്നവരാണ്. ആ ആദരവ് മാത്രമേ വാസ്തവത്തിൽ നമുക്കൊരു സമ്പാദ്യമായി ആഖിറത്തിലേക്ക് നാം കാണുന്നുള്ളൂ. ഞാനിപ്പോൾ മഗ്രിബും ഇശാഉം നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളും പലരും ഇശാ പോയി നിസ്കരിക്കുന്നവരും നിസ്കരിച്ചവരും ഉണ്ടാകാം. മഗ്രിബ് എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടാകും. ഈ നിസ്കാരത്തിലൊന്നും അല്ലാഹുവായുള്ള ചിന്ത, അല്ലാഹുവിന്റെ ചിന്ത അല്ലാതെ വേറെ ഒരു ചിന്തയും എൻ്റെ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയുവാൻ സാധിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകും? ഞാൻ പറഞ്ഞു വരുന്നത്, നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ആ സൽക്കർമ്മങ്ങളിൽ ന്യൂനതകൾ സംഭവിക്കാൻ സാധ്യതയുള്ള
ദുർബലന്മാരാണ്. അള്ളാഹു അവന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏകദേശം 30 വർഷത്തിലധികമായി പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതിന് എനിക്ക് ഒരു ഗ്യാരണ്ടിയും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അല്ലാഹു തആല നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അവന്റെ ഔദാര്യം കൊണ്ട് കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തെറ്റും ഒരു ഹറാമും ഒരു കറാഹത്തും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യം ഇല്ല. നമ്മളെല്ലാം അവന്റെ പാവപ്പെട്ട അടിമകളാണ്. ജീവിതത്തിൽ അപാകതകൾ വരാൻ സാധ്യതയുള്ളവരാണ്. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മിൽ നിന്നും നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സ്നേഹിച്ചവർ, ജീവിച്ചിരിക്കുന്നവർ, മരണപ്പെട്ടവർ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അവന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് പുറത്തു തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നാം അമ്പിയാക്കളല്ല, നാം മലക്കുകൾ അല്ല. പല ദൗർബല്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള പാവപ്പെട്ട അടിമകളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ രക്ഷപ്പെടുത്തിയാലല്ലാതെ രക്ഷയില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളായ നാം. അഹങ്കാരത്തിന് നമുക്ക് യാതൊരു അവകാശവും ഇല്ല. അസൂയക്ക് യാതൊരു വകുപ്പും ഇല്ല. വിദ്വേഷവും വൈരാഗ്യവും വെച്ച് പുലർത്താനും പ്രചരിപ്പിക്കാനും നമുക്ക് വകുപ്പില്ല. മോനെ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ ഫഫ്അൽ. മോനെ അനസേ, ലോകത്തൊരൊറ്റ മനുഷ്യനോട് വിദ്വേഷവും വൈരാഗ്യവും ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ ജീവിച്ചോ അനസേ. വദാലിക മിൻ സുന്നതി, അത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. മൻ അഹ്യാ സുന്നതി, എന്റെ ചര്യ വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന അങ്ങനെയാണ്.